എൻ്റെ മാത്രം. ബാമി, വാ പോകാം. എല്ലാവരും എത്തി. ഇന്ദ്രൻ സ്വരത്തിലിടർച്ച പുറത്തു വരാതെ അവളോട് പറഞ്ഞു. ഭാനു മുഖം കുരിച്ചു മൂടിയതു. ഇന്ദ്രൻ അവളെ കൈകളിലെടുത്തു. ഇന്ദ്രൻ അവളെയും കൊണ്ടുവന്ന് സോഫയിലായിരുത്തി. നിർമ്മലാമ്മയും സുഭദ്രയും അവളുടെ കവിളിലൊന്ന് തലോടി. ഭാനു അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. മൃദുല അവളുടെ അടുത്തായിരുന്നു. എല്ലാം നല്ലതിന്, വിഷമിക്കണ്ട. മൃദുല അവളുടെ കവിളിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറയേ. ഭാനു കണ്ണ് നിറച്ച് അവളെ നോക്കി ചിരിച്ചു. നല്ല കാര്യത്തിൻ്റെ കുഞ്ഞു പോകുന്നത്, കരയരുത്. നിർമ്മലാമ്മ ശാസനയോട് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ഭാനു കണ്ണു തുടച്ച് മുഖം കുരിച്ചു. വേഗം സുഖമായി വരുമ്പോളെ, വിഷമിക്കാതെ. സുഭദ്രാമയും അവളുടെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതു. ഭാനു ചുണ്ട് കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കിയിരുന്നു. ഇറങ്ങാ ഇന്ദ്ര, ഇനിയും വൈകണ്ട. ഭാനുവിനെ നോക്കി നിറഞ്ഞ കണ്ണുകൾ തുറച്ചുകൊണ്ട് ഇന്ദ്രനോട് സ്തുതി പറഞ്ഞു. ഇന്ദ്രൻ അവനെ നോക്കാതെ തന്നെ തലകുലുക്കിക്കൊണ്ട് ഭാനുവിനെ കൈകളിലെടുത്തു. ഇന്ദ്രൻ ഭാനുവിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും പിന്നാലെ ബാക്കിയുള്ളവർ ഇറങ്ങി. സുധി ബാഗ് കാറിലെ പിൻസീറ്റ് തുറന്നു വെച്ചുകൊണ്ട് ഇന്ദ്രനും ഭാനുവും കയറാനായി മാറിക്കൊടുത്തു. ഇന്ദ്രൻ ശ്രദ്ധിച്ച് ഭാനുവിനെ അതിലായിരുത്തി തിരിഞ്ഞതും അവിടേക്കൊരു കാർ വന്നത് ഒരുമിച്ചായിരുന്നു. എല്ലാവരും സംശയത്തോടെ അതിലേക്ക് നോക്കിയതും എക്സിക്യൂട്ടീവ് ലുക്കിൽ കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും സണ്ണി മാത്യു ഇറങ്ങി. അയാളെ കണ്ടതും ഇന്ദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ പല്ല് കടിച്ച് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചിരുന്നു. മാത്യു എല്ലാവരെയും ഒന്ന് പാളി നോക്കി കാറിനടുത്തേക്ക് വന്നു. കാറിൽ മുഖം കുലിച്ചിരിക്കുന്നു ഭാനുവിനെ ഒന്ന് നോക്കി. ഭാനുമതി, അയാൾ അവളെ ആകെയൊന്ന് നോക്കിക്കൊണ്ട് വിളിച്ചു. ഭാനു മുഖം ഉയർത്തി മുന്നിലേക്ക് നോക്കി. മാത്യുവിനെ കണ്ട് അവളൊന്ന് ചിരിച്ചു. സാർ. ഭാനു പതിയെ അവനെ വിളിച്ചു. ഓർമ്മയുണ്ടല്ലേ? സോറി, ഞാൻ നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിയാനും വൈകി. ഞാനന്ന് അറിയിച്ച പ്രകാരമാണ് തനിക്കന്ന് അവിടേക്ക് വരേണ്ടി വന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്നൊന്ന് തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാത്യു അവളെ നോക്കി വിനയത്തോടെ പറഞ്ഞുകൊണ്ട് സൈഡിലായി നിൽക്കുന്ന ഇന്ദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് ചുണ്ടുകൂട്ടി. സുധിയും മൃദുലയും ഇന്ദ്രനെയാണ് ശ്രദ്ധിച്ചത്. കാരണം അവൻ എത്ര നേരം ക്ഷമയോടെ നിൽക്കുന്നത് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ആ ടെൻഷൻ അവരുടെ മുഖത്തുണ്ട്. സാരമില്ല സാർ, ഞാനതൊക്കെ മറന്നു. പിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം. ഭാനു മറുപടി പറഞ്ഞു. ഒരു യാത്രക്കുള്ള ഒരുക്കണമെന്ന് മനസ്സിലായി. എന്തായാലും പോയി വരും. വീണ്ടും കാണണം. മാത്യു അവളോട് പറഞ്ഞുകൊണ്ട് അവസാനത്തെ വാക്ക് ഊന്നൽ നൽകി ഒന്നുകൂടി ഇന്ദ്രനെ നോക്കി. ഭാനു അയാളെ നോക്കി തലയാട്ടി. മാത്യു തിരിഞ്ഞ് എല്ലാവരും നോക്കിക്കൊണ്ട് തിരിഞ്ഞു. പിന്നെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് അവരോട് മുഖം അടുപ്പിച്ചു. എനിക്കെതിരെ പോരാടാൻ നീ തയ്യാറെടുത്ത സ്ഥിതിക്ക് തുറന്നൊരു പോരിന് ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു ഇന്ദ്ര. ഇനി നേർക്ക് നേർ പോരാട്ടം. വിജയം എനിക്ക് തന്നെയാകും, എനിക്ക് മാത്രം. ഇന്ദ്രൻ കേൾക്കാൻ പാകത്തിന് മാത്യു പറഞ്ഞത്. ഇന്ദ്രൻ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പിന്നെ ചെറുതായി അയാളെ നോക്കി ചിരിച്ചു. വന്യമായ മൃഗത്തിൻ്റെ വന്യതൊളിപ്പിച്ച ചിരി. ഇന്ദ്രൻ്റെ അവസാന ശ്വാസം പോലും നിലയ്ക്കണം. ഇനി ഒരിക്കൽ കൂടി എൻ്റെ ഭാവിയുടെ നിഴൽ നീയൊന്ന് തൊടാൻ, ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് മാത്യുവിൻ്റെ തോളിലൊന്ന് കയ്യമർത്തി. വരും ഞാൻ ഓരോ കണക്കുകളായി തീർക്കാൻ കാത്തിരുന്നു. ഇന്ദ്രൻ അവൻ്റെ തോളിൽ അമർത്തി നെരിച്ചുകൊണ്ട് പറയേ. മാത്യു പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. ഇന്ദ്രൻ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കൈയെടുത്തതും മാത്യു ഭാനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി. ഇന്ദ്ര, സുധി എന്തോ പറയാൻ വന്നതും ഇന്ദ്രൻ കണ്ണുകൊണ്ട് ഭാനുവിനെ കാണിച്ചു കൊടുത്തു. ഭാനു എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്. വണ്ടി എടുക്ക്, ഇന്ദ്രൻ പറഞ്ഞതും സുധി ഡ്രൈവിംഗ് സീറ്റിലും മൃദുല കോ ഡ്രൈവർ സീറ്റിലും ഇന്ദ്രൻ ഭാനുവിൻ്റെ അടുത്ത് പിന്നിലുമായി കയറി. പോയിട്ട് വരാമേ, ഇന്ദ്രൻ ഇരുവരെയും നോക്കി പറഞ്ഞതും
അവർ തലകുലുക്കി. സുധി അമ്മയെ നോക്കിക്കൊണ്ട് തലകുലുക്കി വണ്ടിയെടുത്തു. നിർമ്മലാമ്മേ, സുഭദ്രാമ്മേ വീടും പോട്ടെ. താക്കോല് ഇന്ദ്രൻ വെക്കുന്നിടത്ത് വെച്ച് റോഡിലേക്ക് ഇറങ്ങി ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയി. സിദ്ധ ആയുർവേദ മഠത്തിലേക്കുള്ള യാത്രയിലാണ്. ഇന്ദ്രനും ഭാനുവും മൃദുലയും സുധിയും അരമണിക്കൂർ പിന്നിട്ടിരുന്നു അവരുടെ യാത്ര. ഇനിയും 2 മണിക്കൂർ വേണ്ടിവരും അവിടേക്കുള്ള യാത്രയെത്താൻ. കാറിലാകെ നിശബ്ദതയാണ്. തിരിച്ചുള്ള യാത്രയിൽ ഭാനു ഉണ്ടാവില്ല എന്നത് എല്ലാവർക്കും വലിയ വിഷമുള്ള കാര്യം തന്നെയായിരുന്നു. സുധി മിറർ ഗ്ലാസ്സിലൂടെ പിന്നിലേക്ക് നോക്കി. ഇന്ദ്രൻ്റെ നെഞ്ചിച്ചാരി കണ്ണുകളടച്ചിരിപ്പാണ് ഭാനു. അവളെ അടക്കി പിടിച്ച് പുറത്തേക്ക് നോക്കി ഇന്ദ്രനും. മൃദുലയും സീറ്റിച്ചാരി പുറത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. സുധി ഒരു ദീർഘനിശ്വാസത്തോടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. ആരും വാതോർന്നൊന്നും മിണ്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ സുധി തന്നെ വഴിയിൽ വെച്ച് ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി. ഇത്രയും നേരത്തെ എല്ലാവരുടെയും മൗനവും ഡ്രൈവിങ്ങും അവനെ ആകെ മടുപ്പിച്ചിരുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, ഇനി 1 മണിക്കൂർ ഓടിക്കും അങ്ങെത്താൻ. വണ്ടി നിർത്തിയതറിഞ്ഞ് ഇന്ദ്രൻ സുധിയെ നോക്കിയതും അവനത് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. പിന്നാലെ മൃദുലയും ഇറങ്ങിച്ചെന്നു. ഇന്ദ്രൻ അപ്പോഴും അവൻ്റെ നെഞ്ചിലൊതുങ്ങിയിരിക്കുന്ന ഭാനുവിനെ നോക്കി. ഭാമി, ഇന്ദ്രൻ വിളിച്ചതും ഭാനു കണ്ണു തുറന്ന് അവനെ നോക്കി. വാ. ഇന്ദ്രൻ അവളുടെ ചുവന്ന് കലങ്ങിയ കണ്ണീന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അവളോട് പറഞ്ഞു. ഭാനു നേരെ ഇരുന്ന് ചുറ്റും ഒന്ന് നോക്കി. പിന്നെ ഇന്ദ്രനെയും എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. സുധിയും മൃദുല ഇറങ്ങി. ഇന്ദ്രൻ പറഞ്ഞതും ഭാനു അവനെ തന്നെ നോക്കി. ഇന്ദ്രൻ ഡോർ തുറന്നിറങ്ങി ഭാനുവിനെ കയ്യിലെടുത്ത് അകത്തേക്ക് ചെന്നു. ഒരു റൗണ്ട് ടേബിളിലിരിക്കുന്ന സുധിയുടെയും മൃദുലയുടെ അടുത്ത് ചെയറിൽ അവൻ ഭാനുവിനെ ഇരുത്തി. അതിനടുത്തായി അവനൊരുന്നു. കോഫി വേണോ അതോ തണുത്തെന്തേലും മതിയോ? സുധി മെനു കാർഡ് നോക്കിക്കൊണ്ട് അവരോട് ചോദിച്ചു. കോഫി മതി സുധി. ഇന്ദ്രൻ പറഞ്ഞതും സുധി കോഫി ഓർഡർ ചെയ്തു. അപ്പോഴും എല്ലാവരും മൗനം തന്നെയായിരുന്നു. വെയിറ്റർ കൊണ്ടുവന്ന് കോഫി പിടിച്ച് അവർ വീണ്ടും യാത്ര തുടങ്ങി. ഏകദേശം ഉച്ചയോടടുത്തിരുന്നു അവർ മഠത്തിലെത്താൻ. സിദ്ധ ആയുർവേദ എന്ന വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ ഹോസ്പിറ്റലിലേക്ക് അവരുടെ കാർ പ്രവേശിച്ചു. ഇന്ദ്രൻ്റെ കൈ ഭാനുവിന് മുറുകി. ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം ഈ നെഞ്ചിന്ന് ഭാനുവിനെ മാറ്റാൻ. ഭാനുവിൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. അവളുടെ മുഖം സങ്കടം കൊണ്ട് വിങ്ങിച്ചുവന്നു. അവൾ അവരുടെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചിരുന്നു. സുധി അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി തിരിഞ്ഞ് ഇന്ദ്രനെയും ഭാനുവിനെയും നോക്കി. സങ്കടം കടിച്ചമർത്തിയിരിക്കുന്ന അവരെ കണ്ട് അവനും വിഷമമായി. പക്ഷെ ഭാനുവിൻ്റെ നന്മയോർത്ത് അവനത് കണ്ടില്ലെന്ന് നടിച്ചു പുറത്തേക്കിറങ്ങി. മൃദുല ഇറങ്ങിയതും സുധി ഇന്ദ്രനിരിക്കുന്ന സൈഡിൽ പോയി അവരുടെ അടുത്ത് വന്നു. ഞാൻ ഓഫീസിൽ പോയി എല്ലാം ശരിയാക്കിയിട്ട് വരാം, സുധി പറഞ്ഞതും ഇന്ദ്രൻ തലകുലുക്കി. സുധിയും അവർ പിന്നാലെ മൃദുല അകത്തെ ഓഫീസിലേക്ക് നടന്നു. ഇന്ദ്രൻ ഭാനുവിനെ നോക്കി. ഭാമി. അവൻ അവളെ നേരെ ഇരുത്തി അവളുടെ മുഖം കൈകളിൽ ഒതുക്കി മുഖം മുഴുവനും ചുംബിച്ചു. ഭാനു കണ്ണുകളടച്ച് അതെല്ലാം സ്വീകരിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രേട്ട. ഭാനു ഇടർച്ചയോടെ വിളിച്ചതും ഇന്ദ്രൻ അവളുടെ ചുണ്ടമർത്തി വെച്ച് കണ്ണുകളടച്ചിരുന്നു. ഭാനു അവനോട് ചേർന്ന് തന്നെ ഇരുന്നു, ഒട്ടും അകലാൻ ആഗ്രഹിക്കാത്ത പോലെ. കുറച്ചു കഴിഞ്ഞ് സുധി വന്ന് വിളിച്ചതും ഇന്ദ്രൻ അവളെ കൈകളിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം ചെന്നു. പോകുന്ന വഴിയിലെല്ലാം തന്നെ ഭാനുവിൻ്റെ നോട്ടം ഇന്ദ്രനിൽ തന്നെയായിരുന്നു. ഡോക്ടറിനെ കാണാനായി ആ റൂമിന് പുറകിൽ 4 പേര് നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് അനുവാദം കിട്ടിയതും ഇന്ദ്രനും ഭാനു സുധിയും കയറി. മൃദുല പുറത്തു നിന്നു. ഐശ്വര്യം തുളുമ്പുന്ന നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് മുന്നിൽ അവർ ചെന്ന് നിന്നു. ഡോക്ടർ വസുധാര. സുധി അവർക്ക് മുന്നിലിരിക്കുന്ന നെയ് ബോർഡ് നോക്കിക്കൊണ്ട് അവരെ നോക്കി ചിരിച്ചു. പിന്നെ കയ്യിലിരുന്ന് ഭാനുവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് നേരെ നീട്ടി. അവരതെല്ലാം വാങ്ങി ടേബിളിൽ വെച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ കയ്യിൽ കിടക്കുന്ന ഭാനുവിനെയും ഇന്ദ്രനെയും ഉറ്റുനോക്കി. അവരവരുടേത് മാത്രമായ ലോകത്താണെന്ന് കണ്ടതും അവർ സുധിയെ നോക്കി ചിരിച്ചു. ആ കുട്ടിയെ കിടത്തിക്കോളും, കുറച്ചടുത്തായിട്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ബെഡ് കാണിച്ചോട് പറഞ്ഞു ഇന്ദ്രൻ. അവരെ നോക്കി തലകുലുക്കിക്കൊണ്ട് ഭാനുവിനെ അതിൽ കിടത്തി. ഇന്ദ്രനും സുധിയും
ഡോക്ടറിന് മുന്നിലുള്ള ചെയറിലായിരുന്നു. ഞാൻ സുധി, ഹിതീന്ദ്രൻ, ഭാനുമതിയുടെ ഏട്ടനും ഭർത്താവുമാണ്. സുധി അവരെ പരിചയപ്പെടുത്തി. നേരത്തെ വിളിച്ചത് ഓർമ്മയുണ്ട്, അവർ പറഞ്ഞുകൊണ്ട് ഫയൽ തുറന്നു നോക്കി. ഇരുവരും അവരെ നോക്കിയിരുന്നു. ഇന്ദ്രൻ്റെ ശ്രദ്ധ അവരെക്കാൾ കൂടുതൽ ഭാനുവിലായിരുന്നു. അവളുടെ കണ്ണുകളും ഒരിച്ചിരി പോലും മാറാതെ അവനെ തന്നെയായിരുന്നു. ആ നോട്ടത്തിൽ ഇന്ദ്രൻ്റെ നെഞ്ച് വല്ലാതെ പിടച്ചു പോയി. ഡോക്ടർ ഫയൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റു. ഒന്ന് പുറത്തേക്ക് നിൽക്കൂ, അവർ പറഞ്ഞതും സുധീന്ദ്രൻ പുറത്തേക്കിറങ്ങി. ഡോക്ടർ ഡോറ് ചാരിക്കൊണ്ട് ഭാനുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവർ ഭാനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവർ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവളെ പരിശോധിച്ചു. ഭാനു അവരെ തന്നെ നോക്കി വെറുതെ കടന്നേയുള്ളൂ. അവളുടെ ഉള്ളിൽ ഇന്ദ്രനെ വിട്ടു നിൽക്കുന്ന വേദിയും ഇനി അവർ അനുഭവിക്കാൻ പോകുന്നു വിരഹവും മാത്രമായിരുന്നു. ഭാനുമതി ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ പ്ലാസ്റ്ററിട്ട കൈ പിടിച്ചു നോക്കി. ആ ചോദ്യത്തിന് നേർത്തൊരു പുഞ്ചിരി അവൾ നൽകി. അധികം ഇവിടെ കഴിയേണ്ടി വരില്ല, വേഗം പോകാട്ടോ, വിഷമിക്കണ്ട, അവർ പറഞ്ഞതും ഭാനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവരവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോറും തുറന്നു അവരകത്തേക്ക് വിളിച്ചു. ഇന്ദ്രൻ സുധിയും അകത്തേക്ക് വന്നു. ഇന്ദ്രൻ വേഗം ഭാനുവിനെ നോക്കി. നേരത്തെ പോയപ്പോൾ ഇല്ലാതിരുന്ന ഒരു ചെറു പുഞ്ചിരി അവളുടെ മുഖത്ത് കണ്ടതും അവന് ആശ്വാസം തോന്നി. ഡോക്ടർ ഇരുവരെയും നോക്കിക്കൊണ്ട് ഫോണെടുത്ത് ഒരാളെ വിളിച്ചതും ഒരു പെൺകുട്ടി വീൽ ചെയറുമായി അവിടേക്ക് വന്നു. നിഷ, അത് ഭാനുമതി, ഇന്നു മുതൽ ഇവിടെ ഉണ്ടാകും, നീ വേണം ശ്രദ്ധിക്കാൻ, അവർ ഗൗരവത്തോടെ ആ പെൺകുട്ടിയെ നോക്കി പറഞ്ഞത്. അവൾ അനുസരണയോട് തലയാട്ടി. പിന്നെ തിരിഞ്ഞ് ഭാനുവിനെ നോക്കി പുഞ്ചിരിച്ചു. റൂം റെഡിയായല്ലോ അല്ലേ? ഡോക്ടർ ചോദിച്ചുകൊണ്ട് പെണ്ണെടുത്ത് ഫയലിൽ കുറിച്ചു തുടങ്ങി. ഹായ്, അവൾ മറുപടി പറഞ്ഞതും ഡോക്ടർ ഇന്ദ്രനെ നോക്കി. നിഷ മുറി കാണിച്ചു തരും, ഒന്ന് കൊണ്ടേ കിടത്തിയിട്ട് വരും. ഇന്ദ്രനെ നോക്കി അവർ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഭാനുവിനെ കയ്യിലെടുത്ത് അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. എല്ലാവരും അവരെ നോക്കി ചിരിയോടെ ഇരുന്നു. നിഷ കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് ഇന്ദ്രൻ ഭാനുവിനെയും കൊണ്ടുപോയി. ഡോക്ടർ സുധിയെ നോക്കി. രോഗവിവരമെല്ലാം പറഞ്ഞു, ഇനി ഇതിന് തുടക്കവും കാരണം അറിയണം, അവർ സുധിയെ നോക്കി ചോദിച്ചതും സുധി ഇന്ദ്രൻ്റെ ഭാനുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ എഴുന്നേൽപ്പിച്ച് നടത്തുക എന്നതിലുപരി സംരക്ഷണമാണ് ഉറപ്പുവരുത്തേണ്ടത്, ഡോക്ടർ ചോദിച്ചതും സുധി അവരെ നോക്കി മൂളി. അപ്പോഴേക്കും ഇന്ദ്രൻ തിരികെ വന്നിരുന്നു. അവൻ്റെ മുഖം പാടിയിരിക്കുന്നത് കണ്ടതും സുധി ഡോക്ടറിനെ നോക്കി. സുധി ഇനി പുറത്തേക്ക് നിന്നോളൂ, ഞാൻ ഇയാളുമായി ഒന്ന് സംസാരിക്കട്ടെ, ഡോക്ടർ പറഞ്ഞു. സുധി ഇന്ദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഭാനുമതി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? അവരാ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ഇന്ദ്രൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ദ്രൻ്റെ ജീവനാണ്, അവൻ പതിയെ പറഞ്ഞു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് അവനോട് ഭാനുവിനെ പറ്റി ചോദിച്ചറിഞ്ഞു. ഭാനുവിനെ പറ്റി പറയാൻ അവനേറെയായിരുന്നു. വാ തോരാതെ അവനവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഭാമി എഴുന്നേൽക്കില്ലേ? ഇന്ദ്രൻ അവരെ പ്രതീക്ഷയോടെ നോക്കി. തീർച്ചയായും ഇന്ദ്രൻ്റെ ആഗ്രഹം പോലെ അവൾ എഴുന്നേൽക്കും. ചിലങ്ക കെട്ടുകയും ചെയ്യും. വീണ്ടും ഒരു 6 മാസം, അതിൽ കൂടുതൽ എടുക്കില്ല, ആ ഉറപ്പ് ഞാൻ തരുന്നു, ഡോക്ടർ അവനോട് പറഞ്ഞതും ഇന്ദ്രന് ശ്വാസം നേരെ വീണു. എന്നാൽ 6 മാസം ഭാനുവിനെ കാണാതെ എങ്ങനെ എന്നത് അവന് ആലോചിക്കാൻ കൂടി കഴിയാത്ത പോലെ തോന്നി. 6 മാസം, ഞാനൊരു കാലാവധി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ പ്രണയം അവളെ വേഗം സുഖപ്പെടുത്തും. ആ കുട്ടി അത്രയും തന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്, അവർ പുഞ്ചിരിയോടെ പറഞ്ഞതും ഇന്ദ്രനും മനസ്സ് നിറഞ്ഞു. എന്നാ ഇനിയുള്ള വരവ് ഇന്ദ്രൻ്റെ ഭാവി പഴയതുപോലെ കാണാനാവട്ടെ, ഡോക്ടർ പറഞ്ഞതും ഇന്ദ്രൻ തലകുലുക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ പോകുന്നതും നോക്കി ചിരിയോടെ ഇരുന്നു. തുടരും.